എല്ലാവരും സുഖം തന്നെയല്ലേ? അപ്പൊ ഞാൻ റെസിപ്പി ആയിട്ട് വന്നിട്ട് കുറച്ച് ദിവസമായിരുന്നു പറഞ്ഞ പരാതി ഉണ്ട്. കുറച്ച് ദിവസം ആയിട്ടില്ല, ആക്ച്വലി വ്യാഴാഴ്ചയാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് റെസിപ്പി ഇട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നലെ ഞാൻ ചേട്ടന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലാണ്. അതായത് നാളെയല്ലേ നമ്മുടെ കുട്ടികളുടെ വിശേഷ ദിവസം, എന്താണ് ചിൽഡ്രൻസ് ഡേ, നമ്മുടെ ചാച്ചാജിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ എല്ലാ കുട്ടികളും ആഘോഷിക്കേണ്ടതാണ്. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്വീറ്റ്. അപ്പൊ നിങ്ങളുടെ അമ്മമാർ ഒരുപാട് പേര് എന്റെ റിക്വസ്റ്റ് ചെയ്തുള്ള റെസിപ്പിയാണ് ക്യാരറ്റ് ഹൽവ. എന്റെ രീതിയിൽ ഈസി ആയിട്ട് എങ്ങനെയാ ക്യാരറ്റ് ഹൽവ ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഇപ്പൊ നാളത്തെ ദിവസം സ്കൂളിലേക്ക് കുറച്ച് ചിലപ്പോൾ സ്വീറ്റ്സ് ഒക്കെ കൊടുത്തു വിടേണ്ട ആവശ്യം ഉണ്ടാവും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ മറക്കരുത്. പിന്നെ വേറെ പറയാനുള്ളത് വെച്ചാൽ ഞാൻ ലൈവില് വരുന്നത് നമ്മുടെ തേഴ്സ്ഡേ ആണ്, നവംബർ 16 വ്യാഴാഴ്ച UAE ടൈം 9 മണിക്ക്. അപ്പൊ നാട്ടിലാണെങ്കിൽ രാത്രി 10:30 ആവും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ ടൈം സോൺ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. പറഞ്ഞില്ല എന്ന് പറയരുത് കേട്ടോ. അപ്പൊ 9 മണിക്ക് കാണാം. അതിൽ കുലുക്കി സർബത്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കുലുക്കി സർബത്ത് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണാസ് കഥവേണ്ടിലെ കുലുക്കി സർബത്തിന്റെ വീഡിയോ കാണാം. അതിലുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കുലുക്കി സർബത്ത് ഉണ്ടാക്കി കുടിക്കാം, മറക്കരുത്. അതുപോലെ തന്നെ എന്തൊരു കാര്യം വെച്ചാല് നമ്മുടെ കുറച്ച് കൂട്ടുകാരുണ്ട്, വീഡിയോസ് ഒന്നും മുഴുവനും കാണാണ്ട് കുറച്ച് കമന്റ്സ് ഇടുന്നവര്. അവരോട് എനിക്കൊന്നും പറയാനില്ല, ഒരു കാര്യം മാത്രം, നന്ദി, നമസ്കാരം. അപ്പൊ എന്താ, നമുക്ക് ഒട്ടും വൈകാണ്ട് എങ്ങനെയാണ് ക്യാരറ്റ് ഹൽവ ചെയ്യുന്നത് നോക്കിട്ട് വരാം കേട്ടോ. അപ്പൊ നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ആദ്യം വേണ്ടത് എന്താ, ക്യാരറ്റ്. ഇപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധാരണ ക്യാരറ്റില്ല, ആക്ച്വലി ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ക്യാരറ്റ് ആണിത്. ഇതാണ് ശരിക്കും നോർത്ത് ഇന്ത്യക്കാർ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. അതായത് ഈ നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് ഇതിന്റെ സീസൺ. അപ്പൊ അവര് ഒരുപാട് ഇതേപോലെ ക്യാരറ്റ്സ് ഉണ്ടാവുമ്പോൾ അവരുണ്ടാക്കുന്നതാണ് ക്യാരറ്റ് ഹൽവ. ഇതാണ് അതിന്റെ പെർഫെക്റ്റ് ടേസ്റ്റ്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി ക്യാരറ്റ് ഹൽവ ഇടാൻ പറഞ്ഞിട്ട്. ഞാൻ ഈ ക്യാരറ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഈ ക്യാരറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണ ക്യാരറ്റ് വെച്ച് ഉണ്ടാക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഇതാണ് കൂടുതൽ ടേസ്റ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ലുലുവിൽ പോയപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്തായാലും ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇത് കഴുകി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആണ് ഒരു ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ക്യാരറ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഉണ്ടല്ലേ, കടഭാഗത്ത് ഇച്ചിരി കനപ്പ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇത്ര ഭാഗം കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇത്ര ഭാഗം എടുക്കണ്ട, ബാക്കിയുള്ള ഭാഗം മാത്രം പീൽ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഈ ഭാഗം അവോയ്ഡ് ചെയ്യുക, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാൻ കുറച്ച് മുമ്പ് ഇട്ടുണ്ടായിരുന്ന ക്യാരറ്റ് സലാഡ് ഉണ്ടാക്കിയിരുന്ന സമയത്ത് എന്നോട് ചോദിച്ചു ഈ പാത്രം ചേച്ചി എവിടെ നിന്നാണ് വാങ്ങിച്ചിരുന്നത്. ഞാൻ വാങ്ങിച്ചത് ഡെയ്സോ എന്നാണ്. അറേബ്യൻ സെന്ററിലൊക്കെ ഡെയ്സോ ഉണ്ടല്ലോ, പല സ്ഥലത്തുണ്ട് ഡെയ്സോയിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതേപോലത്തെ പാത്രം. അതായത് ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ക്യാരറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൽ 2 ടൈപ്പ് ഹോൾസ് ഉണ്ട്. അതായത് നമുക്ക് ചീകാൻ പറ്റുന്നതുണ്ട്. അതിൽ നൈസിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് ക്യാരറ്റ്. അപ്പോൾ വലിയ ഗ്രേറ്റർ യൂസ് ചെയ്യേണ്ട, ചെറിയ ഹോൾസ് ഉള്ള ഗ്രേറ്റർ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഞാനിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനൊരു ചെറിയ അളവാണ് ഇവിടെ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു അളവിൽ ഉണ്ടാക്കി നോക്കുക. അപ്പൊ ടേസ്റ്റ് നോക്കിയതിന് ശേഷം കൂടുതൽ അളവ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ടൈറ്റ് ആയിട്ട് അമർത്തി വെച്ചിരിക്കുന്ന 1 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെക്കുക. അതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരുപാട് നെയ്യൊന്നും ഒഴിക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. നെയ്യ് മെൽറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞ ക്യാരറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ക്യാരറ്റ് ആയാലും മതി. ഗ്രേറ്റ് ചെയ്യണം, ഒരിക്കലും നമ്മളിത് മിക്സിയിൽ ഇട്ടിട്ട് അരയ്ക്കാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, എന്നാലാണ് ആ ടെക്സ്ചർ നന്നായിട്ട് വരുള്ളൂ. ഈ പരിചയമില്ലാത്ത റെസിപ്പി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയൊരു അളവിൽ ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം മാത്രം കൂട്ടി കൊടുക്കാൻ പാടുള്ളൂ. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഈ നെയ്യിൽ കിടന്നിട്ട് നമ്മുടെ ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കണം. അതായത് ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ഒരുപാട് പേര് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ അവർ ഒരുപാട് നെയ്യ് ഒഴിക്കതിലോട്ട്. അപ്പം ഞാൻ എപ്പോഴും കുറച്ച് നെയ്യ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നെയ്യ് ഇഷ്ടപ്പെടാത്ത ഒരാളാണ്, പക്ഷെ ഇതിലൊക്കെ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചേ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് നെയ്യിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ് നെയ്യ് ശരിക്കും പറയുകയാണെങ്കിൽ. ക്യാരറ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കളറാണ് അതിന്, നല്ല വേറൊരു മണമാണ്. ഒരു 5 മിനിറ്റോളം ഇത് നമുക്ക് നന്നായിട്ട് ഇത് നെയ്യിലിട്ടതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കുക്കറിൽ വേണമെങ്കിൽ നമുക്കിത് വേവിച്ചെടുക്കാം. പക്ഷേ കുക്കറിൽ ചെയ്തെന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ആകെ അലിഞ്ഞു പോണു. അപ്പോൾ ക്യാരറ്റ് ഹൽവയുടെ ടെക്സ്ചർ തന്നെ മാറിപ്പോവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സേമിയോ കിടക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. നമ്മുടെ ക്യാരറ്റ് പെട്ടെന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിക്കാം കേട്ടോ. ഇപ്പോൾ ഈ ക്യാരറ്റ് ഹൽവനെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ എനിക്ക് ആദ്യം വരുന്നത് ആ പരസ്യമാണ്. ഒരു കുക്കറിൻ്റെ പരസ്യം ഉണ്ടായിരുന്നില്ലേ നമ്മൾ പണ്ട് ചെറുതായിരിക്കുമ്പോൾ, ഏത് ഹോക്കിങ്സ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ കുക്കറിൻ്റെ പരസ്യത്തിൽ ഇങ്ങനെ ആ ക്യാരറ്റ് ഹൽവ ഓപ്പൺ ചെയ്യുന്ന ഒരു പിക്ചറാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. പിന്നെ ഞാൻ ചെറുപ്പത്തിലെ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ക്യാരറ്റ് ഹൽവ ടേസ്റ്റ് ചെയ്യുന്നത്.
അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ താജ്മഹൽ കാണാൻ വേണ്ടി ഡൽഹിയിൽ പോയ സമയത്ത് അച്ഛൻ്റെ ഒരു ബോസിൻ്റെ വീട്ടിൽ, മാനേജറുടെ വീട്ടിൽ പോയി. ആ സമയത്ത് അവിടുത്തെ ചൗധരി സാറിൻ്റെ വൈഫാണ് ആദ്യമായിട്ട് എനിക്കിത് ഉണ്ടാക്കി തരുന്നത്. പക്ഷെ അന്ന് എനിക്ക് ഖാജർക്ക ഹൽവ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് അച്ഛൻ പറഞ്ഞത് ക്യാരറ്റാണ്. എനിക്ക് വലിയ ഇഷ്ടം തോന്നിയൊന്നുമില്ല, കാരണം ഒരുപാട് മധുരവും ഒരുപാട് നെയ്യും. പിന്നെ അതിനുശേഷം കിസ് വന്നതിന് ശേഷം ഒരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട് ഇതേപോലെ ഉണ്ടാക്കി തന്നു. അങ്ങനെയാണ് ഞാൻ 2 പ്രാവശ്യമാണ് ടേസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കി നോക്കുമ്പോൾ എപ്പോഴും മധുരം കുറച്ചിട്ടുണ്ടാകാനാണ് ശ്രമിക്കാറ്. ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 5 മിനിറ്റോളം നമ്മളിത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ഇപ്പോൾ 2.5 കപ്പ് ക്യാരറ്റിന് ഞാൻ 1 കപ്പ് ഷുഗറാണ് ഇടാറ്. അപ്പോൾ ഇത് 1 കപ്പേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ടേബിൾ സ്പൂണിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. 1 2 ആഡ് ചെയ്തിട്ട് ഞാൻ മിക്സ് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഓവർ പഞ്ചസാര ആയി കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാനേ പറ്റില്ല. തീ എപ്പോഴും മീഡിയത്തിൽ വെക്കുക. പഞ്ചസാര ഇടുന്ന സമയത്ത് അതിൽ നിന്ന് വെള്ളം ഊർന്ന് വരും. ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഞാനിതിൻ്റെ മധുരം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. 1 ടേബിൾ സ്പൂൺ കൂടി ഇടാം. 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് പാലൊഴിച്ച് കൊടുക്കണം. ഞാൻ 1.25 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 1 കപ്പ് ക്യാരറ്റിന് ഞാൻ 1.25 ഗ്ലാസ് പാലൊഴിച്ചിട്ടുണ്ട് ഇതിലോട്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ കിടന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് വേവട്ടെ. വെന്ത് ഇതൊക്കെ കുറുകി നല്ലൊരു ഹൽവയായിട്ട് മാറണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, പാല് പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലവർ ഇതിലേക്ക് പനീറൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാനിതിലൊന്നും ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നത്. അതായത് നോർത്ത് ഇന്ത്യൻ വേർഷൻസ് നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും ഓരോ രീതിയാണ്. പിന്നെ പാൽ വറ്റിച്ച് കോയ ഇടുന്നവരുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. നമ്മൾ ഈ പാല് വറ്റുന്ന വരെ അങ്ങ് കുക്ക് ചെയ്യുക, അതിനുശേഷം അങ്ങ് വറ്റിച്ച് എടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ മറ്റേ അടുപ്പിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഒരു 5 അണ്ടിപ്പരിപ്പും ഒരു 5 കിസ്മിസും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഞാൻ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് വറ്റട്ടെ. കാരണം ക്യാരറ്റ് പെട്ടെന്ന് വേവുന്ന ഒരു വെജിറ്റബിൾ ആണ്. ഇത്തിരി സമയം എടുക്കും, കാരണം പാല് നന്നായി വറ്റി വരേണ്ടതല്ലേ. അപ്പോൾ ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് മാത്രം കാണിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ വെറുതെ ഉണ്ടാക്കിയിട്ട് പിന്നെ മധുരമുള്ള സ്വീറ്റ്സ് ഇങ്ങനെ കഴിക്കുന്ന അത്ര നല്ലതുള്ള കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ കഴിക്കില്ല, പിള്ളേർ കഴിക്കില്ല. അപ്പോൾ നിങ്ങൾ ഒരുപാട് ദിവസങ്ങളായി എന്നോട് ചോദിക്കുന്നു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി. അപ്പോൾ എന്തായാലും ഈ ലുലുവിൽ പോയപ്പോൾ ക്യാരറ്റ് ഇരിക്കുന്നത് കണ്ടു, അതിന് കുറച്ച് വാങ്ങിച്ചു. ഞാനെന്നിട്ട് അത് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് വാങ്ങിക്കുന്നത്. എനിക്ക് ഇഷ്ടമാണ് അതിൻ്റെ കളറ്. അപ്പോൾ നിങ്ങൾ ലുലുവിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഏത് പച്ചക്കറി കടയിൽ പോവുകയാണെങ്കിലും മിക്കവാറും എല്ലാ കടയിലും തന്നെ ഈ ടൈപ്പ് ക്യാരറ്റ് കാണാം കേട്ടോ. ഞാൻ സാധാരണ രീതിയിൽ പെട്ടെന്ന് എളുപ്പത്തിലൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുക്കറിൽ തന്നെ വേവിക്കാറ്. പക്ഷേ ആ മുകളിൽ അങ്ങനെ പാലിൻ്റെ കളർ വരുമ്പോൾ ഈ ഹൽവയുടെ ഭംഗി പോണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കടായിൽ തന്നെ ഇട്ടിട്ട് വേവിക്കാൻ കാരണം അതുകൊണ്ടാണ് കേട്ടോ. നന്നായിട്ട് ഇത് വറ്റട്ടെ. ഒരു അല്പം ഏലക്കപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്ന പൗഡർ ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം പാല് വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്ന് നിങ്ങൾക്കൊരു സ്വീറ്റ് ഗസ്റ്റ് വരുന്നുണ്ട് കൊടുക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ ഇതേപോലത്തെ ക്യാരറ്റ് ഉണ്ടാകുന്നൊരു നിർബന്ധമില്ല. സാധാരണ ക്യാരറ്റ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. എനിക്കിത് കിട്ടിയ കാരണമാണ് ഞാൻ ഇത് വെച്ച് ചെയ്തതെന്ന് മാത്രം. കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, കയ്യിലും മുഖത്തൊന്നും ആവാണ്ട്. ഇത് തന്നെ ഓൾറെഡി ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ ജസ്റ്റ്. ഇപ്പോൾ തന്നെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ക്യാരറ്റ്. അപ്പോൾ ഈ സമയത്ത് നോക്കിയിട്ട് മധുരം കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ചിലവരിതിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കാറുണ്ട് പഞ്ചസാരയ്ക്ക് പകരമായിട്ട്. ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഞാൻ പല റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പി ചെയ്തപ്പോഴാണ് എനിക്ക് ഇഷ്ടം തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം, അതായത് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരമായിട്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. പക്ഷെ ഞാൻ ഷുഗർ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഈ സമയത്ത് ഞാൻ കുടിച്ചു നോക്കിയപ്പോൾ ഉണ്ടല്ലോ ശരിക്കും പായസം കുടിക്കുന്ന സ്വാദ് കേട്ടോ. ക്യാരറ്റ് പായസം എന്ന് പറയുമ്പോൾ ഇതുവരെയാണ് ഇതിൻ്റെ സ്റ്റേജ്. ഈ ഒരു പരിവാകുമ്പോൾ ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ക്യാരറ്റ് പായസം ഇതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ക്യാരറ്റ് ഹൽവയും കിട്ടി, നിങ്ങൾക്ക് ക്യാരറ്റ് പായസം ഒറ്റ റെസിപ്പിയിൽ ഉള്ളിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആവാറായിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇതാവും, ഇനി വറ്റിക്കോളും. പെർഫെക്റ്റ് 3 ടേബിൾ സ്പൂൺ കറക്റ്റ് ആയിട്ടുണ്ട് എനിക്ക് പഞ്ചസാര. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു അളവിലാണ് ചെയ്ത് നോക്കുക. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അളവ് കൂട്ടി കൊടുത്താൽ മതി. അളവ് ഞാൻ പറഞ്ഞുതരാം. 2.5 കപ്പ് ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തതിന് 3.5 ഗ്ലാസ് പാല്, 1 ഗ്ലാസ് പഞ്ചസാര. അതാണ് കണക്ക് കേട്ടോ. വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യുകയാണെങ്കിൽ. ഇത് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഈ കണക്ക്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിക്കോളാം, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി കേട്ടോ. കാരണം ഞാൻ ബ്ലോഗിൽ ചെയ്തിട്ടുള്ളതാണ്, എനിക്ക് അറിയാൻ കറക്റ്റായിട്ട് അളവ്. പിന്നെ നെയ്യ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം.
ഒരുപാട് നെയ്യായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനേ പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ടാന്ന് തോന്നിപ്പോവും. ഇത് നമുക്ക് ചൂടോടുകൂടി കഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ തണുപ്പിച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ചൂടാറിയിട്ട് കഴിക്കാം. ക്രീമിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഒരു നുള്ള് ഓറഞ്ച് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഫോട്ടോയ്ക്ക് ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കളർ ചേർക്കുന്നത്, അല്ലെങ്കിൽ കളർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വറ്റി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് അങ്ങ് ഡ്രൈ ആക്കാൻ പാടില്ല. ഇത് സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരിവാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇരുന്ന് തണുക്കുമ്പോൾ ഈ സംഭവം ആകെ അങ്ങ് എന്താ പറയുക, നമ്മുടെ കേരള ഹൽവ പോലെ ആയിട്ട് മാറും. അങ്ങനെ പാടില്ല. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സോഫ്റ്റ് ടെക്സ്ചറാണത്. അല്ലെങ്കിൽ ഇരുന്ന് ഹാർഡായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് നമ്മൾ വിചാരിക്കുന്ന ഒരു സോഫ്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. സൈഡിൽ നിന്നൊക്കെ നമുക്ക് അങ്ങ് ഇതാക്കി കൊടുക്കാം. നോക്കുമ്പോൾ ഒരു ഇച്ചിരി ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കിയൊരു റെസിപ്പിയാണത്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കും. കുറച്ച് മതി നട്ട്സ്, ഒരുപാടൊന്നും ഇട്ടുണ്ട, കാരണം നമ്മളതിൽ ക്വാണ്ടിറ്റി കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്തത്. ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്കിത് ഓഫ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഒന്ന് ഇളക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കണ്ടിന്യൂസ് ആയിട്ട്. ഈ എളുപ്പമാണ്, ടേസ്റ്റിയാണ്. ചിലവരിങ്ങനെ ഞാൻ കാണാറുണ്ട് ഇങ്ങനെ ഓവറായിട്ട് ഡ്രൈ ആക്കിയിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, ഹൽവ എന്ന് പറയില്ല നമ്മളതിനെ, ഒരു വല്ലാതൊരു ഹാർഡായിട്ടിരിക്കും. ക്യാരറ്റ് ഹൽവ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോണ ഒരു ടെക്സ്ചർ ആയിരിക്കണം. അതാണ് അതിൻ്റെ റിയൽ ടെക്സ്ചർ എന്ന് പറയുന്നത്. നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്ന എനിക്ക് കാണുന്നുണ്ട്. അല്ലെങ്കിൽ കണ്ടോ പിടിക്കുന്നില്ല. ഇപ്പോൾ സൈഡിലൊന്നും എവിടെയും നോൺ സ്റ്റിക്കിൽ എവിടെയും നമുക്കിത് പിടിക്കുന്നില്ല. ഇതിങ്ങനെ ഉരുണ്ട് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാണ്. അതിനുശേഷം നമുക്കൊരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റാം. കാരണം ഇതിൽ നിന്ന് ഇരിക്കുമ്പോൾ അതിൻ്റെ താഴത്തെ ഭാഗം കരിഞ്ഞിട്ട് വേറൊരു മണം ടേസ്റ്റൊക്കെ മാറും. അതുകൊണ്ട് ഇതാ റെഡി ആയി കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ എടുക്കുക, പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അവസാനം ഞാൻ കുറച്ച് പിസ്ത കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിസ്ത വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ബദാം ആണെങ്കിലും അണ്ടിപ്പരിപ്പാണെങ്കിലും എന്തായാലും കുഴപ്പമൊന്നുമില്ല. അണ്ടിപ്പരിപ്പ് നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് ക്യാരറ്റ് ചെയ്തപ്പോൾ ഇത്രയാണ് കിട്ടിയത് ക്വാണ്ടിറ്റി. ഇപ്പോൾ ഒരു 3 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം, ചെറിയൊരു ക്വാണ്ടിറ്റി കേട്ടോ. അപ്പം ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്താ വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ തണുത്തതിന് ശേഷമാണ് കഴിക്കാൻ പോകുന്നത്. ഐസ്ക്രീമിൻ്റെ കൂടെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ തന്നെ കഴിച്ചാലും നന്നായിരിക്കും. ഇതായിരിക്കണം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഓവറായിട്ട് ഡ്രൈ ആവാൻ പാടില്ല. ഇങ്ങനെ തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം. ഓവറായിട്ട് അങ്ങ് വറ്റി അല്ലെങ്കിൽ ഓവറായിട്ട് വെന്ത് കുഴഞ്ഞോ ഇങ്ങനെ ഉടഞ്ഞൊട്ടും തീരെ നൈസാവാനും പാടില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എപ്പോഴും ഹൽവ ഓഫ് ചെയ്യാൻ. അങ്ങനെ ഇരുന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഹാർഡായിട്ട് മാറും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അമ്മയായിരുന്നു എല്ലാം. ജീവിത ബന്ധത്തിന്റെ പൊട്ടാത്ത ചരട്. ഇല്ലത്തിന്റെ പടിവാതിലിന് പുറത്ത് കടക്കുമ്പോൾ അതിന്റെ ബലം അറിഞ്ഞിരുന്നു. വാത്സല്യത്തിന്റെ അദൃശ്യ ശക്തി പിടിവിട്ടു പോകാതെ സൂക്ഷിച്ചിരുന്നു. അതിരാവിലെ ഉണർന്ന് കുളിച്ച കാവിൽ തിരിതൻ അമ്മ കെട്ടിവെച്ച പുഷ്പമാലയും ദേവി വിഗ്രഹത്തിൽ ചാർത്തും. അപ്പൊ അവിടെ അമ്മ എന്നുള്ള സങ്കല്പത്തിനെ കുറിച്ച് കുറെ കൂടെ ഇലാബറേറ്റ് ചെയ്യണം. അമ്മയായിരുന്നില്ല, അമ്മ ഇല്ലാത്തൊരു ലോകത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത് ആ വാത്സല്യം കൂടെ ഉണ്ടായിരുന്നു. ആ വാത്സല്യത്തിന്റെ അദൃശ്യ ശക്തി പിടിവിട്ടു പോകാതെ